ഹായ് ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമുക്ക് വീണ്ടും എൻ്റെ മാഷ് എന്ന കഥ കേട്ടു തുടങ്ങാം. മാഷിനോടൊപ്പം ലോകത്തിൻ്റെ ഏത് കോണിൽ പോകാനും ഞാനിപ്പോൾ റെഡിയാണ്. അത്രയ്ക്കും ഇഷ്ടം എൻ്റെ ഉള്ളിലുണ്ട്. മാഷിൻ്റെ കൈയും പിടിച്ച് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ കൂടി നടക്കുമ്പോൾ അറിയാതെ മനസ്സ് കുതിച്ചുപോയി. കുറിക്കാൻ കുറച്ച് കപ്പലണ്ടിയും 2 പെപ്സി കുപ്പിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങ് പൊളിച്ചേനു എന്ന്. അതിനിടയ്ക്ക് മാഷിനെ നല്ലവണ്ണം വായി നോക്കുന്നുണ്ട്. മാഷാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കി കണ്ണുരുട്ടുന്നുണ്ട്. പുറത്തിറങ്ങി ഒരു ഓട്ടോ പിടിച്ച് നേരെ മറൈൻ ഡ്രൈവിലേക്ക് വിട്ടു. അവിടെ ചെന്ന് കുറച്ച് നേരം വായി നോക്കി അങ്ങനെ ഇരുന്നു. എന്തോരം കവിതാക്കളാണ്. അവിടെ ചിലർ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു. ഞാനും കൊതിയോടെ മാഷിനെ നോക്കി. ഈ മാഷിനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ തന്നാലെന്താ? ആഹാ, ഈ മാഷാൾ കൊള്ളാലോ. മാഷ് 4 വശമുള്ള കാഴ്ചയൊക്കെ കണ്ട് ആസ്വദിക്കുകയാണ്. എനിക്ക് ശരിക്കും ചിരി വന്നു. പെട്ടെന്നെന്തോ എനിക്ക് അങ്ങനെ അങ്ങ് തോന്നി. ഞാനും കൊടുത്തു മാഷിനൊരു ഉമ്മ. എൻ്റെ മാഷല്ലേ. മാഷിനെ അന്തം വിട്ട് നോക്കുന്നുണ്ട്. ദൈവമേ, കൃഷ്ണമണി 2 ഇപ്പം താഴെ വരുമെന്നാണ് തോന്നുന്നത്. ഞാൻ മാഷിനെ നോക്കി ഭംഗിയായിട്ടൊന്ന് ഇളിച്ച് കാണിച്ചു. അല്ലാതെ ഇപ്പം വേറെന്തെങ്കിലും മാഷിനോട് പറയാൻ പറ്റുമോ? മാഷിനെ അന്തം വിട്ട് നോക്കുകയാണ്. പിന്നെ 4 വശം നടക്കുന്ന കാഴ്ചകൾ കണ്ട ഞാനും ഇങ്ങനെയൊക്കെ ആയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. മാഷിന് നോട്ടം കണ്ടപ്പോൾ എനിക്കപ്പോൾ ഒരു ഉമ്മ കൂടി കൊടുക്കാനാണ് തോന്നിയത്. പക്ഷേ മുഖം കണ്ടിട്ട് ചിലപ്പോൾ കലിപ്പ് മൂഡ് ഓൺ ചെയ്യുമെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് പതുക്കെ വിട്ടുപിടിക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര സ്നേഹത്തോടൊന്ന് വിളിച്ചു. മകേട്ടാ. എൻ്റെ ഒറ്റ വിളിയിൽ ആൾ ഫ്ലാറ്റ്. നേരെ മുന്നിൽ ഐസ്ക്രീം കട കാണിച്ചു കൊടുത്തു. അപ്പോൾ തന്നെ മാഷ് പോയി എനിക്കിഷ്ടമുള്ള ഐസ്ക്രീം തന്നെ വാങ്ങിക്കൊണ്ട് തന്നു. കിട്ടിയത് ഐസ്ക്രീമല്ലേ, അപ്പോൾ പിന്നെ മാഷിനെ അങ്ങനെ ഞാൻ ശ്രദ്ധിക്കുമോ? കൊച്ചു പിള്ളേരെപ്പോലെ കയ്യിൽ നിന്ന് കൊലിച്ചിറങ്ങി ഉടുപ്പിലൊക്കെ വീണ് മാഷി ചിരിയോടെ എന്നെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഞാൻ കൈയൊക്കെ നക്കി വടിച്ചു. മാഷിനെ നോക്കി മനോഹരമായിട്ടൊന്ന് ഇളിച്ച് കാണിച്ചു കൊടുത്തു. എനിക്കിനിയും വേണം ഐസ്ക്രീം എന്ന്. മാഷ് എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് പോയി പിന്നെയും ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് വന്നു. പക്ഷേ ഇപ്രാവശ്യം നല്ല ബോൾ ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. മാഷിന് ഒരു കാര്യം മനസ്സിലായി, ഞാൻ ഐസ്ക്രീം ഭ്രാന്തിയാണെന്ന്. പാവം മാഷ്. ഐസ്ക്രീം കിട്ടിയതോടുകൂടി ഞാൻ മാഷിനെ വീണ്ടും മറന്നു. പിന്നെ എൻ്റെ ശ്രദ്ധ മുഴുവൻ ഐസ്ക്രീം കുടിക്കുന്നതിൽ അതിൽ മാത്രമായി. മാഷിന് ഇന്നത്തോടൊരു കാര്യം മനസ്സിലാവും, ഇതൊരു വട്ട് കേസാണെന്ന്. അപ്പോൾ നിങ്ങൾക്കും മനസ്സിലായി കാണും ഞാൻ കുറച്ച് വട്ട് കേസാണെന്നല്ലേ. അപ്പോൾ എന്നാൽ പിന്നെ നിങ്ങളും എൻ്റെ മാഷിനും ആഷിട്ടിനും കൂടി അവിടെ തന്നെ ഇരുന്നു. ഞാനേ ഈ ഐസ്ക്രീമൊക്കെ തിന്ന് തീർക്കട്ടെ. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ദിവസം കേൾക്കാം. ഓക്കെ, ബൈ. ഞാനങ്ങനെ ഐസ്ക്രീമൊക്കെ തിന്ന് തീർന്നിട്ട് മാഷിനെ നോക്കി കാര്യമായിട്ടൊന്ന് ചിരിച്ചു. മാഷാണെങ്കിൽ എന്നെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഇതിലിപ്പോൾ എത്ര ചിരിക്കാതിരിക്കുന്നു. ഞാനും മാഷയെ നോക്കി ഒരു ഓന്ന് ചിരി അങ്ങ് പാസ്സാക്കി. എന്നിട്ട് ഞാൻ വീണ്ടും 4 വശം പരതി നോക്കി. അല്ല, ഇനി വേറെ എന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്ന് നോക്കണ്ടേ? ആഹാ, ദേ കിടക്കുന്ന ലേസ്. ഞാൻ മാഷിനെ ഒന്ന് നോക്കിയിട്ട് ലേസിൻ്റെ നേർക്ക് വിരച്ചോണ്ടി. മാഷ് എന്നെ ഒന്ന് നോക്കി. എന്നിട്ട് പോയി പാവം ലേസ് വാങ്ങിക്കൊണ്ട് തന്നു. അപ്പോഴാണ് കുറച്ച് പേർ കുടയും കൊണ്ട് പോകുന്നത് ഞാൻ കേട്ടത്. ഞാൻ മാഷിനെ ഒന്ന് തോണ്ടി വിളിച്ചു. നമുക്കൊരു കുട വാങ്ങാമെന്ന് പറഞ്ഞ്. മാഷെന്നെ തറപ്പിച്ചൊന്ന് നോക്കി. എന്നിട്ട് മര്യാദയ്ക്ക് എവിടെ അങ്ങനെ ഒതുങ്ങിയിരുന്നോളം പറഞ്ഞു. പാവം ഞാൻ എന്തെല്ലാം മോഹങ്ങളുമായിട്ട് വന്നതാ. ഇതാണെങ്കിൽ ഒരു മൂരാച്ചി മാഷ്. എന്നിട്ട് മനസ്സിൽ പറഞ്ഞു, എന്താ വല്ലതും പറഞ്ഞോ? തിരിച്ചിങ്ങോട്ട് ചോദ്യം വന്നപ്പോൾ ഞാൻ അപ്പോഴേ ഡീസൻ്റായി. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ മാഷ് എന്നെ കെട്ടിപ്പിടിച്ചു. എന്നെ ആ നെഞ്ചൂടങ്ങ് ചേർത്തു. ഞാൻ അന്തം വിട്ട് മാഷിനെ നോക്കി. എന്നിട്ട് കുറച്ചുകൂടി സ്പീഡിൽ ലേസ് അങ്ങോട്ട് തിന്നാൻ തുടങ്ങി. ഇതാണ് ഞാൻ. എങ്ങനെയുണ്ട് ഞാൻ?